നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. കടുത്ത പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്നൊരു ടീം, പരിക്ക് വല്ലാതെ വലച്ചു കളഞ്ഞൊരു ടീം, അവരിപ്പോഴും പ്ലേ ഓഫ് സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അത് ആ ടീമിൻ്റെ പോരാട്ട വീര്യമാണ് കാണിക്കുന്നത്. സി എസ് കെയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇന്ന് സി എസ് കെയും എൽ എസ് ജിയും തമ്മിൽ അതിനിർണായകമായൊരു പോരാട്ടത്തിന് ഇറങ്ങുകയാണ്. ഇപ്പം IPL പ്ലേ ഓഫ് സ്പോട്ട് ടോപ്പ് 3യും ടോപ്പ് 4ഉം ഓപ്പണപ്പായിട്ട് കിടക്കുകയാണ്. SRHന് 12 കളി 14 പോയിന്റ്, PBKസിന് 12 കളി 13 പോയിന്റ്. അവരാണ് 3-4 സ്ഥാനത്ത്. CSKക്ക് 11 കളി 12 പോയിന്റ്. ഇന്ന് ജയിച്ചാൽ അവർക്ക് 14 പോയിന്റിലേക്ക് എത്താൻ പറ്റും. അവർക്ക് ഈ സീസണിൽ ആദ്യമായിട്ട് ടോപ്പ് 4ലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. LH തകർന്ന തരിപ്പണമായി 10ാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമാണ്. പക്ഷേ ഇന്ന് ലക്നൌവിൽ കളിക്കാൻ ഇറങ്ങുമ്പോൾ CSKക്ക് ആധി കൂടുതലാണ്. ആധിയും വ്യാധിയും കൂടാനുള്ള കാരണം നമുക്കറിയാമല്ലോ. അവരുടെ പ്രധാനപ്പെട്ട താരങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് പരിക്കേറ്റു മടങ്ങുന്ന കാഴ്ച ഈ സീസണിൽ ഒരു സ്ഥിരം കാഴ്ചയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ അധ്യായമാണ് ജെയ്മി ഓവർട്ടൺ റൂൾഡ് ഔട്ട് ആയത്. ഓവർട്ടനെ നഷ്ടപ്പെട്ടത് കനത്ത തിരിച്ചടിയാണ്. അവരുടെ ടീം കോമ്പിനേഷനിൽ തന്നെ മാറ്റം വരുത്തേണ്ടി വരും. കഴിഞ്ഞ 5 കളികളിൽ 4 വിജയിച്ച് ടീം കുതിക്കുമ്പോൾ അതിൽ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം അടക്കം നേടിക്കൊണ്ട് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചയാളാണ് ജെയ്മി ഓവർട്ടൺ. അദ്ദേഹം 14 വിക്കറ്റുകൾ വീഴ്ത്തി എന്നുള്ളത് മാത്രമല്ല, മിഡിൽ ഓവറുകളിലും ഡെത്ത് ഓവറുകളിലും വളരെ ഇക്കണോമിക്കലായിട്ട് പന്തെറിഞ്ഞുകൊണ്ടിരുന്നു. അതും കൂടാതെ ബാറ്റ് കൊണ്ട് അദ്ദേഹം റണ്ണടിക്കുകയും ചെയ്തു. പകരം ആര്? ലൈക്ക് ഫോർ ലൈക്ക് റീപ്ലേസ്മെൻ്റ് ഇല്ല ശരിക്കും CSKയുടെ സ്ക്വാഡിൽ. മാറ്റ് ഹെൻറി സീസണിൻ്റെ തുടക്കത്തിൽ സ്ട്രഗിൾ ചെയ്തതാണ്. അദ്ദേഹത്തെ കളിപ്പിക്കുമോ? അതല്ലെങ്കിൽ പിന്നെ ആര്? പിന്നെ സ്പെൻസർ ജോൺസൺ അവൈലബിൾ ആണെങ്കിൽ കളിപ്പിക്കാം. അപ്പോഴും ഒരു ഓൾറൗണ്ടർ ആവുന്നില്ല. അതാ പ്രശ്നം. സൗത്ത് ആഫ്രിക്കൻ ഓൾറൗണ്ടർ ഡിയാൻ ഫോറസ്റ്ററെ അവർ സൈൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു മത്സരത്തിന് അദ്ദേഹം അവൈലബിൾ അല്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ അവരുടെ പ്രോബിൾ 12 എന്തായിരിക്കും നോക്കാം നമുക്ക്. ഋതുരാജ് ഗെയ്ക്വാദും സഞ്ജു സാംസണും ഉർവിൽ പട്ടേലും ടോപ്പ് 3യിലുണ്ട്. അവരുടെ ബാറ്റിങ്ങിലാണ് പ്രതീക്ഷ. പിന്നാലെ കാർത്തിക് ശർമ്മ, ഡേവിഡ് ബ്രവിസ്, ശിവൻ ഡ്യൂബെ, പ്രശാന്ത് വീർ, അഖിൽ ഹുസൈൻ, അൻഷുൽ കമ്പോജ്. ദെൻ സ്പെൻസർ ജോൺസണോ മാറ്റ് ഹെൻറിയോ കളിച്ചേക്കും. നമ്പർ 11 നൂർ അഹമ്മദ്, നമ്പർ 12 മുകേഷ് ചൗധരി. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവരുടെ പ്രോബിൾ 12. അതേസമയം മറുഭാഗത്ത് പിച്ച് പേസിനെ അനുകൂലിച്ചേക്കും എന്നുള്ള ചില സൂചനകളുണ്ട്. അങ്ങനെയെങ്കിൽ ദിഗ്വേഷ് ഷാത്തിക്ക് പകരം മോസിൻ ഖാൻ ഇറക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലാതെ മറ്റു മാറ്റങ്ങൾ നമ്മൾ LSCയുടെ പ്രോബിൾ 12 പ്രതീക്ഷിക്കുന്നില്ല. ജോഷ് ഇംഗ്ലീസും മിച്ചൽ മാർഷും ചേർന്ന് ഓപ്പൺ ചെയ്യും. പിന്നാലെ നിക്കോളാസ് പൂറൻ, ഋഷഭ് പന്ത്, ഏഡൻ മൾക്രം, അക്ഷത് രഘുവൻഷി, ഷഹബാസ് അഹമ്മദ്, ഹിമ്മത് സിംഗ്, മുഹമ്മദ് ഷാമി, ആവേശ് ഖാൻ, പ്രിൻസ് യാദവ്, മോസിൻ ഖാൻ അല്ലെങ്കിൽ ദിഗ്വേഷ് ഷാത്തി. ഇതായിരിക്കും അവരുടെ ഒരു പ്രോബിൾ 12. എന്തായാലും CSK കടുത്ത പരീക്ഷണങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്ന് ജയിച്ചാൽ ടോപ്പ് 4 ഉറപ്പാണ്. സാധിക്കുമോ? സഞ്ജുവിനും സംഘത്തിനും കാത്തിരിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.